ലോജീസ് വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ 7 28ാമത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ പറയാനായിട്ടാണ്. അപ്പോൾ ഈ എപ്പിസോഡ് ആരംഭിച്ചതേ നല്ലൊരു കാഴ്ചയോടുകൂടിയാണ്. പ്രേക്ഷകർ തിരഞ്ഞെടുത്തത് പ്രകാരം അനുവും ആര്യനും ഒരുമിച്ച് ഈ കൈ കെട്ടി, ഒരു കയറ് വെച്ച് കൈ കെട്ടി ഇങ്ങനെ നടക്കുക എന്നുള്ളതായിരുന്നു ഒരു ടാസ്ക്. അപ്പോൾ ആ ടാസ്ക് അവർ വളരെ രസകരമായി ചെയ്തു. ആര്യൻ പറയുന്നുണ്ട് അനുമോളെ കിട്ടുന്നതിൻ്റെ ഭാഗ്യമാണ്. അവർ രണ്ടുപേരുടെ കോംബോ അടിപൊളിയാണ്. അപ്പം നേരത്തെ ഒരു എപ്പിസോഡിൽ അനീഷ് പറഞ്ഞതുപോലെ അനു ആ വീട്ടിലേക്ക് കിലുക്കാൻ പറ്റി. അപ്പം അനു അവിടെയുണ്ട്, അനു ഒരു പോസിറ്റീവ് വൈബ്, അത് കരഞ്ഞാലും ശരി തന്നെ ഒരു പോസിറ്റീവ് വൈബ് അനു ഉണ്ടാക്കും. അപ്പോൾ ആ ടാസ്ക് വളരെ രസകരമായിരുന്നു. അതിനുശേഷം നീല നിലാവേ എന്നുള്ള പാട്ടിട്ടു. എല്ലാവരും നല്ലൊരു ഡാൻസ് കളിച്ചു. അപ്പോൾ ഒന്ന് അതിശയം നടന്നത് ആദിൽ ഡാൻസ് കളിച്ചു. ഞാൻ ഇത്രയും നാളായിട്ട് ഞാൻ ആദിൽ ഡാൻസ് കളിച്ച് കണ്ടിട്ടില്ല. ആദ്യമായിട്ടൊന്ന് ഡാൻസ് കളിച്ചു. അതുപോലെ സാബുമാൻ്റെ അടിപൊളി ഡാൻസായിരുന്നു. ആദ്യം റോബോട്ടിക് ഡാൻസിൽ തുടങ്ങി അത് ബ്രേക്ക് ഡാൻസിൽ അവസാനിച്ചു. സാബുമ നല്ലൊരു ഡാൻസ് കളിക്കാരനാണ്. പിന്നെയാണ് ക്യാപ്റ്റൻസി ടാസ്ക് വന്നത്. അപ്പം ഞാനൊക്കെ ഇങ്ങനെ വളരെ ആകാംക്ഷയോടെ ഇരിക്കുമായിരുന്നു. കാരണം അതിൽ 3 ശക്തരായ കണ്ടസ്റ്റൻറ്റുകളാണ് ക്യാപ്റ്റൻസി ടാസ്കിൽ മത്സരിക്കാൻ പോകുന്നത്. ഒന്ന് അക്ബർ, നെവിന്, ആര്യൻ. ഇപ്പോൾ 3 പേരും ഫിസിക്കൽ ടാസ്കിലൊക്കെ നല്ലതുപോലെ കളിക്കുന്നവരാണ്. അപ്പം ഞാനിത് നല്ല കഠിനമായ ഇവർക്ക് ചെയ്യാൻ പറ്റാത്ത ടാസ്ക് കൊടുക്കുമെന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ ബിഗ് ബോസ് അനൗൺസ് ചെയ്തത് ഈ വീക്കിൽ 3 പേരും ക്യാപ്റ്റന്മാരാണ്. അത് അടിപൊളിയല്ലേ? അത് ആദ്യമായിട്ടാണ് ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ക്യാപ്റ്റൻസി തിരഞ്ഞെടുപ്പ്. നല്ലതായിരുന്നു. അപ്പോൾ എല്ലാവരും ഈ 3 പേരും ഭയങ്കരമായിട്ട് ബഹളം വെക്കുകയും കൈയടിക്കുകയും അത് സന്തോഷം പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഉടനെ തന്നെ ബിഗ് ബോസ് അടുത്തൊരു അനൗൺസ്മെൻറ്റ് നടത്തിയത് ഈ 3 പേരും എവിക്ഷൻ പ്രക്രിയയിൽ നിന്ന് മോചിതരല്ല. കാരണം ഇവർ എവിക്ഷൻ പ്രക്രിയയിലുണ്ട്. സാധാരണ ക്യാപ്റ്റന്മാർ എവിക്ഷൻ പ്രക്രിയയിലില്ല, പക്ഷേ ഇവർ 3 പേരുണ്ട്. അപ്പം മറ്റുള്ള എല്ലാം കൂടെ ഭയങ്കര കയ്യടിയും ബഹളവും. അപ്പോൾ പൊതുവേ രാവിലെ തുടങ്ങിയപ്പോഴേ അതൊരു വളരെ പോസിറ്റീവ് എനർജി നമുക്ക് തരുന്ന സംഭവങ്ങളാണ് നടന്നത്. പിന്നെ അവർ ഓരോ ടീമിനെ തിരഞ്ഞെടുത്തു. ഈ പ്രാവശ്യം ബെസൽ ടീം അനുമോൾ, ഷാനവാസ്. അപ്പോൾ അനുമോൾക്ക് ഭയങ്കര വിഷമമായിപ്പോയി. കാരണം അനുമോൾക്ക് ഈ കുക്കിങ്ങൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നി. ഈ അമ്മമാരൊക്കെ നിന്ന് കുക്ക് ചെയ്യും പോലെ അനുമോൾ കുക്ക് ചെയ്യും. അനുമോൾക്ക് അത്യാവശ്യം എല്ലാ പാചകവും അറിയാം. എല്ലാം നോൺ വെജ് ആണെങ്കിലും വെജ് ആണെങ്കിലും പുള്ളിക്ക് നല്ലതുപോലെ കുക്ക് ചെയ്യാനറിയാം. അപ്പോൾ പുള്ളിക്കാരിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. കാരണം പുള്ളിക്കാരി വെസൽ ടീമിലോട്ടപ്പോൾ അനുമോൾക്ക് ഭയങ്കര വിഷമമായിപ്പോയി. അപ്പോൾ ഷാനവാസും വെസൽ ടീമിലാണ്. അതുപോലെ കിച്ചൺ ടീമിലിട്ടിരിക്കുന്ന നെവിന്, അക്ബർ, ആര്യ. അപ്പോൾ അവർ പറഞ്ഞ ക്യാപ്റ്റന്മാരാണ് ഈ ആഴ്ചയിലെ കിച്ചൺ ടീം. നെവിൻ നല്ലതുപോലെ കുക്ക് ചെയ്യും. നല്ലൊരു കുക്കാണ് നെവിൻ. അക്ബറിൻ്റെ കാര്യം എനിക്കറിയത്തില്ല. ആര്യനും അത്യാവശ്യം ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമെന്ന് തോന്നുന്നു. അതുപോലെ ആദില, നൂറ, സാബുമൻ ക്ലീനിങ് ടീമാണ്. അപ്പോൾ അവരൊരു നിയമം വെച്ചത് അനീഷിന് സ്റ്റോർ റൂമിൽ പോകാം, പക്ഷേ അത് വായിക്കാൻ പാടില്ല. സാധാരണ അനീഷാണ് സ്റ്റോർ റൂമിൽ ഫസ്റ്റ് പോകുന്നുള്ളത്. അപ്പോൾ ആദിലയാണ് അത് ബ്രേക്ക് ചെയ്തത്. കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ആഴ്ച ആദിലയായിരുന്നു. അപ്പോൾ ആദില ചെയ്ത ആ സംഭവം ബ്രേക്ക് ചെയ്തു. അതിനു മുന്നേ അനീഷാണ് എപ്പോഴും സ്റ്റോർ റൂമിൽ പോകുന്നത്. ആദ്യമായിട്ട് അത് എടുത്തുകൊണ്ട് വന്ന് വായിക്കുകയൊക്കെ ചെയ്യുന്നു. പക്ഷെ ആദിലയാണ് അത് നിർത്തലാക്കിയത്. അപ്പോൾ ഇവിടെയും ഈ ക്യാപ്റ്റന്മാരുടെ അവരുടെ നിയമം എന്ന് പറയുന്നത് അനീഷ സ്റ്റോർ റൂമിൽ പോകാം, പക്ഷെ ഒന്നും വായിക്കാൻ പാടില്ല. അപ്പോഴാണ് അനു എഴുന്നേറ്റുന്നുകൊണ്ട് ബ്ലാങ്കറ്റ് എല്ലാവരും മടക്കി വെക്കണം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ എല്ലാവരും ബ്ലാങ്കറ്റ് മടക്കി വെക്കണം. അപ്പോൾ തന്നെ ഈ ക്യാപ്റ്റന്മാരെല്ലാം കൂടെ ഒരു പുതിയ തസ്തിക നിയമിച്ചു, ഹൗസ് മെയിൻ്റനൻസ് ആൻഡ് ബ്യൂട്ടി. ആ ഡ്യൂട്ടി അനുമോൾക്ക് കൊടുത്തു. അപ്പോൾ അനുമോൾക്ക് 2 ഡ്യൂട്ടിയാണ്. അനുമോൾ വേണം ആ ബ്ലാങ്കറ്റ് എല്ലാം മടക്കി വെക്കുക. അപ്പം തന്നെ പുള്ളി അങ്ങ് ഡ്യൂട്ടി തുടങ്ങി. അപ്പോഴെല്ലാവരും പുള്ളിക്കാരിയെ കളിയാക്കുന്നുണ്ട്. അപ്പോഴാണ് സ്റ്റോർ റൂമിൽ ഫുഡ് വന്നത്. അപ്പം ദീപാവലി ഫുഡാണ്. അപ്പം അടിപൊളി എന്തൊക്കെയാണ് എനിക്കത് മനസ്സിലായില്ല. വലിയൊരു ഇതുപോലൊക്കെ ഒരു ബന്ന് പോലൊരു സാധനം, അതെന്താണെന്ന് എനിക്കറിയത്തില്ല. ദീപാവലി സ്പെഷ്യലായിരിക്കും. അതിൽ കുറേ സ്വീറ്റ്സ് വന്നപ്പോൾ എല്ലാവർക്കും വളരെ സന്തോഷം. അതിൻ്റെ കൂടെ സ്പൈക്കുട്ടനും വന്നു. അപ്പോൾ അവരോട് സ്പൈക്കുട്ടനോട് നമസ്തേ പറയുന്നുണ്ട്, പല കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ അത് സ്പൈക്കുട്ടൻ ചെയ്ത് കാണിക്കുന്നു. അപ്പോൾ ഈ ആദ്യമായിട്ടാണ് ഈ ബിഗ് ബോസ് ഹൗസിൽ ദീപാവലി ആഘോഷം നടക്കുന്നത്. അപ്പം ഈ രാവിലെ ഞാൻ ശ്രദ്ധിച്ചത് ഈ നൂറ ഇന്ന് പതിവിലും വളരെ സന്തോഷവതിയായിരുന്നു. തുള്ളിച്ചാടുക, കൈയടിക്കുക. പൊതുവേ നൂറ എപ്പോഴും ചിരിയാണല്ലോ, എല്ലാത്തിനും അങ്ങ് ചിരിക്കുക. ടാസ്ക് ഒക്കെ ചെയ്യുമ്പോഴത്തേന് പുള്ളിക്കാരി ചിരിക്കും. അപ്പം ഇന്ന് പൊതുവേ നൂറ ഭയങ്കര സന്തോഷവതിയായിരുന്നു. അപ്പം നൂറ ഇന്ന് ഇട്ടിരുന്നത് ഒരു ബ്ലാക്ക് ഷർട്ടിൽ പിന്നെ മഞ്ഞ സൂര്യകാന്തി പൂ
സൂര്യകാന്തി പൂവിൻ്റെ പടമുള്ള ഒരു ഷർട്ടാണ് ഇട്ടത്. അപ്പം അത് നൂറയ്ക്ക് നല്ലതായിട്ട് ചേരുന്നുണ്ട്. അപ്പം ഇന്ന് പൊതുവെ നൂറ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെയാണ് അപ്പോഴാണ് നോമിനേഷൻ വന്നത്. അപ്പം നോമിനേഷൻ ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എവിടെ ഇരുന്നാലും എന്ത് ചെയ്തിരുന്നാലും അപ്പോഴും ബിഗ് ബോസ് ഓരോരുത്തരെ വിളിക്കുമ്പോഴത്തേന് അവർ അവിടെ തന്നെ നിന്നുകൊണ്ട് നോമിനേറ്റ് ചെയ്യണം ആൾക്കാരെ, അതിൻ്റെ പേര് പറയണം. അത് ആ ടാസ്ക് ഒരു ഭയങ്കര അവർക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാരണം മറ്റേന്ന് പറഞ്ഞാൽ ആരും കേൾക്കാതെയും കൺഫെഷൻ റൂമിലൊക്കെ ചെന്നാണ് അവർ നോമിനേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് എന്ത് ജോലി ചെയ്തിട്ടിരുന്നാലും അപ്പോഴും അവർ എഴുന്നേറ്റ് നിന്ന് അവിടെ പറയണം. അപ്പം അത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് വഴക്കായി. കാരണം എല്ലാവരുടെയും ഒരാൾ പറയാൻ തുടങ്ങുമ്പോഴത്തേനും മറ്റുള്ളവരെല്ലാം ഓടി വന്ന് കേൾക്കാൻ നിൽക്കും. അപ്പം അത് വഴക്കായി തീർന്നു. അപ്പം അവിടെയും അനീഷാണ് ആദ്യമായിട്ട് വന്നത്. എവിടെയും അനീഷാണല്ലോ ഫ്രണ്ടിൽ വരുന്നത്. അപ്പം അനീഷ് നോമിനേറ്റ് ചെയ്തത് സാബുമോനെയും നൂറയാണ്. അപ്പം അതിന് കുറേ കാരണങ്ങൾ പറഞ്ഞു. നെവിന് സാബുമാനെയും അനുമോളെയും. അപ്പം ഈ സമയത്ത് നെവിന് അനുമോളെ പറയുന്ന സമയത്ത് അനുമോൾ ഇങ്ങനെ പുറകിൽ നിന്ന് ഇങ്ങനെ ഒളിച്ച് കേൾക്കുന്നുണ്ട്. അതൊക്കെ കാണാൻ രസമാണ്. പിന്നെ എന്നിട്ട് ഈ അനുമോൾ ഇത് കേട്ടിട്ട് ചെന്നിട്ട് മൈക്കിൻ്റെ അവിടെ ചെന്ന് ഒറ്റ മൂലയ്ക്ക് ഒരു മൈക്കിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് മൈക്കിൻ്റെ അപ്പം അവിടെ മൈക്കുകളുണ്ടല്ലോ, ക്യാമറ ഉണ്ടല്ലോ, അവിടെ ചെന്നപ്പം ഒരു മൂലയ്ക്ക് ചെന്നിരുന്നിട്ട് പറയുന്നുണ്ട്, പതുക്കെ പറയുന്നുണ്ട്, നോമിനേറ്റ് ചെയ്തോ, പക്ഷേ ഞാൻ വീക്ക് കണ്ടസ്റ്റൻ്റ് എന്നും അതുപോലെ നല്ല ഗെയിമറും അല്ലെന്ന് മാത്രം നല്ലെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് ആര്യൻ, ഷാനവാസ്, അനീഷ്. അപ്പം ഈ അനീഷിനെ ഷാനവാസ് പറയുന്ന ടൈമിൽ അനീഷ് എപ്പോഴും ചെയ്യുന്ന പോലെ കൈകൂപ്പി നിൽക്കുക, എപ്പോഴും ഇങ്ങനെ കൈകൂപ്പി നിൽക്കും. അത് ഈ ആദ്യത്തെ എപ്പിസോഡ് തൊട്ടേ ഉണ്ട്. 77 ദിവസം അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് നമുക്കൊരു പുതുമയില്ല. പുള്ളി അത് ഓർത്ത് വെച്ചാണ് അതൊക്കെ ചെയ്യുന്നത്. അതൊക്കെ നല്ലൊരു ഗെയിമറിൻ്റെ ലക്ഷണമല്ലേ. നമ്മളൊക്കെയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ മറന്നു പോകത്തില്ലേ. പിന്നെ അനുമോൾ പറഞ്ഞ നെവിനെയും അക്ബറിനെയാണ്. അപ്പം അനുമോൾ ഇങ്ങനെ അവിടെ ആ മൂലയ്ക്ക് ഇരുന്ന് പറഞ്ഞ ടൈമിൽ ഇത് കാണാനായിട്ട് ഇത് കേൾക്കാനായിട്ട് ഓടി ആര്യം വന്നു, സാബുമാൻ വന്നു. അവർ രണ്ടുപേരും അടുത്ത് വന്നിരിക്കുക അനുമോൾ പറയുന്നത്. അപ്പം അവർ ചെറിയ വഴക്കൊക്കെ ഉണ്ടായി. അതുപോലെ അക്ബർ, നൂറയും ആദില, നൂറ, അക്ബർ, ആര്യൻ, സാബുമാൻ, നെവിൻ, അനീഷ്. അപ്പം ഇപ്പം സാബുമാൻ കുറച്ച് കളിക്കുന്നുണ്ട്. കുറച്ച് നേരത്തെ ആ ഒരു മൗനമൊക്കെ വെടിഞ്ഞിപ്പം സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് നല്ല ഒരു സൈനാണ്. പിന്നെ എനിക്ക് സാബുമാനെ കുറിച്ച് ഇഷ്ടമെന്ന് പറഞ്ഞാൽ എത്ര ദേഷ്യം ഉണ്ടായാലും അത് മുഖത്ത് കാണിക്കാതെ ചിരിച്ചോണ്ടാണ് പുള്ളിക്കാരൻ ദേഷ്യപ്പെടുന്നത്. അതുപോലെ ചീത്ത വാക്കുകളൊന്നും സാബുമാൻ്റെ വായിൽ നിന്ന് ഇതുവരെ വന്നിട്ടില്ല. ഇനി 2-3 ആഴ്ച ഉണ്ട്. അത് ഇതുവരെ പുള്ളിക്കാരൻ അതൊക്കെ കൺട്രോൾ ചെയ്താണ് നിന്നത്. അപ്പം സാബുമാൻ പറയുന്നുണ്ട് അനീഷിനെ കുറിച്ച്, ഡ്യുവൽ പേഴ്സണാലിറ്റി ഉള്ള ആളാണ്, അതുപോലെ പഠിച്ച കള്ളനാണ്. ആദില അക്ബറെ അനീഷിനെയും നോമിനേറ്റ് ചെയ്തു. ഷാനവാസ്, ആര്യൻ, അനുമോൾ നോമിനേറ്റ് ചെയ്തു. അപ്പം സാബുവിന് 2 വോട്ട്, നൂറയ്ക്ക് 2, നെവിന് 2, ആര്യന് 2, അനുമോക്ക് 2, അക്ബറിന് 3, അനീഷിന് 3. അപ്പം ഈ 3 പെൺകുട്ടി, ഇപ്പം 3 പെൺകുട്ടികൾ മാത്രമേ ഉള്ളല്ലോ ആ വീട്ടിൽ. അനുമോള്, നൂറ, ആദില. അവർ 3 പേരും കൂടെ പോയി ക്യാമറയ്ക്ക് മുമ്പിൽ നിന്ന് പറയാണ് ആണുങ്ങളുടെ കൂടെ നിൽക്കരുത്. പിന്നെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പെൺകുട്ടികൾ കപ്പെടുക്കണമെന്നോ പിന്നെ തുല്യത എന്തൊക്കെയോ പറയുന്നുണ്ട് ക്യാമറയോട്. സാബുമാൻ നെവിനെ കുറിച്ച് പറഞ്ഞ ഈ പെരുങ്കളനെ പ്രേക്ഷകർ തിരിച്ചറിയണം. അനുമോളും നെവിനും കൂടെ വഴക്ക്. അപ്പം അതിനിടയ്ക്ക് അവർ പൂത്തിരി കത്തിച്ച് ദീപാവലി ആഘോഷിച്ചു. അപ്പം ദീപാവലി ആഘോഷമെല്ലാം കഴിഞ്ഞ ശേഷമാണ് ടിക്കറ്റ് ടു ഫിനാലയുടെ ടാസ്ക് വന്നത്. അപ്പോൾ അവിടെ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു പരിശ്രമമില്ലാതെ വിജയമുണ്ടാകില്ല. അപ്പോൾ ഇതൊരു എൻട്രൻസ് ടാസ്ക്കാണ്. ശരിക്കും അത് എൻട്രൻസ് ടാസ്ക് തന്നെയായിരുന്നു കേട്ടോ. പാവങ്ങളെല്ലാം കഷ്ടപ്പെട്ടു പോയി. ഒരു ചെറിയ തടി കഷ്ണത്തിൽ കയറി നിന്നിട്ട് ഈ കുരിശ് പോലെ ഇരിക്കും, എന്നിട്ട് അതിൻ്റെ ബാക്കിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുക. അയ്യോ, അത് 1-1.5 ടാസ്ക്കായിരുന്നു. പാവങ്ങളെല്ലാം കഷ്ടപ്പെട്ടു. അപ്പോൾ അത് ജയിച്ചു കഴിഞ്ഞാൽ ടിക്കറ്റ് ടു ഫിനാലയിൽ പോകാൻ പറ്റുന്ന ഒരു ടാസ്ക്കായിരുന്നു അത്. അപ്പം അത് വളരെ കഷ്ടം പിടിച്ച ടാസ്ക്കായിരുന്നു. എനിക്ക് കഷ്ടം തോന്നി. അപ്പം ആ ടാസ്ക് നെവി കരയുവാണോ കരയുന്ന പോലെ അഭിനയിക്കുവാണോ എന്നുണ്ടെങ്കിൽ അറിയാൻ വയ്യ. അപ്പോൾ അനു പറയുന്നുണ്ട് നിനക്ക് നിൽക്കാൻ ഭയങ്കര ഇറങ്ങിപ്പോടാ. അപ്പം നെവിൻ പറയാം നീ ഇറങ്ങിപ്പോടി. അപ്പം
വഴക്കായി അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ എല്ലാവരും നല്ലതുപോലെ കളിച്ച് അതിനകത്ത് നിൽക്കാൻ ഭയങ്കര കഷ്ടപ്പാടാണ്. ആദ്യം പോയത് ഷാനവാസ്, നെവിൻ, അനീഷ, അക്ബർ, ആദില, അനുമോൾ, നൂറ. പിന്നെ അതിനകത്ത് ആദിലയ്ക്ക് തല കറങ്ങി. അപ്പോൾ അതിനെ കൺഫെഷൻ റൂമിലേക്ക് കൊണ്ടുപോയി. ആര്യ, നൂറ, അനുമോൾ, സൗമൻ 2 മണിക്കൂർ നിന്നു. അതിൽ അക്ബറിൻ്റെ കമൻട്രി അടിപൊളിയായിരുന്നു. അപ്പം ആര്യനും സൗമനും 5 മണിക്കൂർ നിന്നു. അതിൽ ജയിച്ചത് ആര്യനാണ്. ആര്യൻ 1ാം സ്ഥാനത്ത്. അപ്പം ഈ ഒരു എപ്പിസോഡ് എന്ന് പറയുന്നത് വളരെ രസകരമായിരുന്നു. കുറച്ച് കാണാനുണ്ടായിരുന്നു. കാരണം ആദ്യത്തെ തുടക്കം മുതലേ നമുക്ക് രസകരമായിരുന്നു. ഈ അനുവിൻ്റെയും ആര്യൻ്റെയും ഒരു കോംബോ. അത് കഴിഞ്ഞിട്ട് ദീപാവലി ആഘോഷം, അതൊക്കെ അടിപൊളിയായിരുന്നു. ടാസ്കുകളും നല്ലതായിരുന്നു. അപ്പം ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.